ദേ ഈ പോകുന്നത് വേറെ അങ്ങോട്ടേക്കും അല്ല കേട്ടോ, ഹോസ്പിറ്റലിലേക്കാണ്. കുറേ നാളായി ബസ്സിലൊക്കെ പോയിട്ട്. എന്നാൽ പിന്നെ ഇത് ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചേ. ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ദേ ഈ ഹോസ്പിറ്റലിൽ ഏതാണെന്ന് മനസ്സിലായിട്ടുള്ളവർ കമൻറ്റ് ചെയ്തേക്കെ. അങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി ഒരു ഷാർജ ഷേക്ക് കുടിച്ച് നല്ല ചൂടായിരുന്നല്ലോ. പിന്നെ നേരെ വീട്ടിൽ വന്നിട്ട് ആദ്യം കഴിച്ചത് ഫ്രൂട്ട്സാണ്. ഈ സപ്പോട്ടയുടെ മരം ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. വേനൽക്കാലത്ത് മാത്രമേ ഞങ്ങൾ അതിലേക്ക് തിരിഞ്ഞ് നോക്കാറുള്ളൂ, അല്ലാതെ ഇപ്പോൾ ഒരുപാട് കഴിച്ചു നിന്നാലും ഞങ്ങൾ നോക്കുകൂടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ചിട്ട് നേരെ പോയി ട്യൂഷൻ കഴിഞ്ഞ് പിള്ളേരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 3:30 ആയിട്ടുണ്ടാവും. നല്ല വെയിലുണ്ടെങ്കിലും ഈ ഒരു തോട്ടറമ്പിൽ കൂടെ നടക്കുമ്പോൾ നല്ല സൂപ്പർ കാറ്റാണ് കേട്ടോ വരുന്നത്. ഞാനും എൻ്റെ അപ്പച്ചിയും കൂടെ നടന്നാണ് ഈ പിള്ളേരെ വിളിക്കാനായിട്ട് പോയത്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവർ രണ്ടുപേരും കൂട്ടിയിട്ട് തിരിച്ചു വരുവാണ്. വെയിലാണെന്നുണ്ടെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഈ കുടക്കകത്ത് കയറാനായിട്ട് താല്പര്യമില്ലായിരുന്നു. രണ്ടും കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ 10:10 ആയപ്പോഴേക്കും ട്യൂഷന് പോയതാണ്. തിരിച്ചു വരുന്നത് 3:30 ആകുമ്പോഴാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ നേരെ കയറിയതൊരു ഫ്രൂട്ട്സ് കടയിലേക്കാണ്. ഇപ്പോഴത്തെ ഈ ചൂട് സമയത്ത് എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കാൻ മാത്രമേ തോന്നുള്ളൂ. അങ്ങനെ രണ്ടുപേർക്കും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, എന്നാലും ഇങ്ങനെ നടന്നു പോകാനായിട്ട് രസമായതുകൊണ്ട് നടന്നു പോയതായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ടെൻസിലിംഗ് കമ്പനിയുടെ അടുത്തേക്കൊണ്ട് നടന്നു പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് തടുക്കൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഉണക്കാനിട്ടിരിക്കുമായിരുന്നേ. ട്യൂഷൻ ചേർന്നിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഡേ വണ്ടി പോയത് കൊണ്ട് അധികം ക്ഷീണിച്ചില്ല. ഇന്ന് നടന്നു വന്നപ്പോൾ ഉള്ള രണ്ടുപേരുടെയും പറച്ചിലാണ് കേട്ടോ ഇത്. പിന്നീട് അങ്ങോട്ടേക്കുള്ള വീഡിയോസൊക്കെ എടുത്തത് കേശുവാണ്. ഞാൻ അറിഞ്ഞ പോലെ ഇല്ലായിരുന്നു ഇവൻ ബാക്കിൽ കൂടെ വീഡിയോ എടുത്തിട്ട് വരുന്നത്. അവൻ സ്വയം ഒരു വ്ളോഗറെ പോലെ ആക്ട് ചെയ്ത് വരുമായിരുന്നു. വീട്ടിലെത്തി സുന്ദരമായി കാട്ടിൽ പോയി നമ്മൾ വീട്ടിലെത്തി നടന്നു വന്ന് ക്ഷണിച്ചു. ഇതാണ് നമ്മുടെ വീട്. ഇത് അമ്മയുടെ തുമ്പി, ഇത് നമ്മുടെ അമ്മൊക്കെ, ഇതെൻ്റെ അമ്മ. സ്കൂളിൽ പോയിട്ട് വരുവാണ് ഗായ്സ്. അപ്പോൾ അവൻ്റെ വ്ളോഗാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുതേ.